ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നേക്ക് ഈവനിങ് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നല്ല ന്യൂട്രീഷനും പ്രോട്ടീൻസും നിറഞ്ഞ നമ്മുടെ ചെറുപയർ ദോശ. അപ്പോൾ അതിന് വേണ്ടുന്നത് ഒരു നാഴി, അതായത് ഏകദേശം ഒരു 1/4 കിലോ ചെറുപയർ, അതേപോലെ തന്നെ സെയിം അളവിൽ നല്ല പച്ചരി, സെയിം അളവിൽ ഏകദേശം, കാരണം ചെറുപയറിൻ്റെ ഇത് കിട്ടണം, ഒരു 1/2 ഗ്ലാസ് പച്ചരി. ഇത് രണ്ടും കൂടെ ഒരു 4 മണിക്കൂർ കുതിരണം. കുതിർന്ന ശേഷം ഇതരയ്ക്കുമ്പോൾ ഇതിൽ ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2 വലിയ വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി ഇട്ടിട്ട് ഇത്തിരി ജീരകം ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ചട്നി അത് വൈകുന്നേരം ഇതിൽ കാണിക്കാം. ഇത് കുതിരട്ടെ, എന്തായാലും ഒരു 4 മണിക്കൂറെങ്കിലും കുതിരണം. ഓക്കെ, ഹലോ, വെൽക്കം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് റെസിപ്പി ഡിന്നർ എന്താ വെച്ചാൽ ചെറുപയർ ദോശ. ഇത് ഒരു 1.5 ഗ്ലാസ് ചെറുപയറും ഒരു 1/2 ഗ്ലാസ് പച്ചരിയും കൂടെ ചേർത്ത് 4 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അരയ്ക്കണത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2 ചെറിയ ഉള്ളി കൂടെ വേണം. അത് നേരൊക്കെ അവിടെ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് ദോശ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ അരച്ചെടുത്ത് ഇതായിക്കഴിഞ്ഞ് വൈകുന്നേരം വ്ളോഗ് ഇടാം. ഓക്കെ, ഹലോ, വെൽക്കം ഗൈസ്. അപ്പോൾ ഞാൻ കാണിച്ചു തന്ന ചെറുപയർ, ചെറിയുള്ളി, പച്ചമുളക്, ജീരകം, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഉപ്പ് ഇട്ടിട്ട് ഇത് പച്ചരി, 1.5 ഗ്ലാസ് ചെറുപയർ, 1 ഗ്ലാസ് പച്ചരി, ഈ കൂട്ട്. ഇതാണ് ഇന്നത്തെ വ്ളോഗ്. ഉച്ചയ്ക്കത്തെ അല്ല, ഈവനിങ് ദോശയ്ക്കുള്ള റെസിപ്പിയാണത്. ഇത് അരച്ചെടുത്ത് ഇനി ഇതിനൊരു സ്പെഷ്യൽ ചട്നി, കാരച്ചട്നി, ചെട്ടിനാട് കാരച്ചട്നി, അതാണ് നല്ല ചുവന്ന ഇതായിട്ടുള്ള കാരച്ചട്നി കൂടെ ചെയ്യണം. അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദോശ ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അപ്പോഴേ കാണിച്ച ചെറുപയർ, പച്ചരി, പിന്നെ ഇതും ചെറിയുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഇട്ടിട്ട് അരച്ചിട്ടുള്ള പച്ചമുളക് എല്ലാം കൂടി ഇട്ട് അരച്ചിട്ടുള്ള മാവ് റെഡിയായി. ഇനി അതിനുള്ളത് ചട്നി. ഇത് വന്നിട്ട് അതിന് ദോശയിൽ സ്പ്രെഡ് ചെയ്യാനുള്ളതാണ്. ദോശയിൽ മേലെ ഉണ്ടാക്കുമ്പോൾ സ്പ്രെഡ് ചെയ്യാനുള്ള ഉള്ളി, ടൊമാറ്റോ, അത് വലിയ ഉള്ളി, ടൊമാറ്റോ, പിന്നെ ഇത് കൊത്തമല്ലിത്തഴ, ഇത്തിരി കറിവേപ്പില. ഇത് വന്നിട്ട് ഇതിനൊരു സ്പെഷ്യൽ കാരച്ചട്നി, ഇത് ചെട്ടിനാട് കാരച്ചട്നിയാണ്. കുറച്ച് സ്പൈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ മുളകിന് ചൂടുവെള്ളത്തിൽ മുളകും കുറച്ച് ഉപ്പും, ഒരു ചെറിയ വലിപ്പത്തിൽ ഉപ്പും പുളിയൊക്കെ കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനെ ഒന്ന് അരച്ചെടുക്കുക. ഇതിൽ കൊത്തമല്ലിത്തഴ, കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, ഇതിനെ അരച്ച് നല്ലോണം ഇതാക്കി അരച്ചെടുത്തിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത ശേഷം ഇതിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, ചെറിയൊരു തക്കാളി ഇട്ട് ഇതിന് ഫുള്ളായി അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് എടുക്കാൻ കാലത്ത് ഒരു കഷ്ണം, ഒരു പിഞ്ച് കായം, അല്ലെങ്കിൽ പൗഡർ കായമാണെങ്കിൽ അത് ഇട്ടിട്ട് ഉപ്പ് കല്ലുപ്പ് അരച്ചെടുത്ത് കടുക് വറുക്കുക. അതാണ് ഇത് ചെട്ടിനാട് കാരച്ചട്നി. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം അല്ലേ. ഇതാണ് വറമുളക്, നിറയെ വറമുളക് വേണം, പക്ഷെ ഒരുപാട് എരിവ് വേണ്ട പറഞ്ഞിട്ടാണ് ഞാൻ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിനെ മാറ്റി വെച്ചിട്ട് ഇതിൽ വന്നിട്ട് ഇതെല്ലാം മാറ്റി എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. അതായത് നല്ലോണം ഒന്ന് പൊടിയാതെ, അരയ്ക്കാൻ പാടില്ല, ഒന്ന് കടിക്കാനുള്ള ഇത് കിട്ടണം. അങ്ങനെ പൊടിയാക്കി എടുക്കാം. അതിൻ്റെ ഒപ്പം ഇത്തിരി കായും ഇട്ടിട്ട് നമ്മളൊന്ന് പൊടിയാക്കി എടുത്ത ശേഷം നല്ല വെളിച്ചെണ്ണയിൽ വേണം ഇത് കടുക് വറുത്തിട്ട്, കുറച്ച് വെള്ളം പോലത്തെ ചട്നിയാണിത്. അപ്പോൾ ഒന്ന് കുറുക്കിയെടുക്കാം, ആ കളറൊന്ന് പിരിയണ വരെ കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതാണ് അരച്ചെടുത്ത് അതിനെ മാറ്റി വെച്ചു. ഇനി അതിലേക്ക് തന്നെ ഈ ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ നമ്മൾ വെള്ളത്തൊന്ന് വാരിയെടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഉപ്പ് അതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൽ ഉപ്പ് വേണ്ട. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് നമ്മളിത് ലൂസാക്കി കടുക് വറുക്കുന്നത്. ഓക്കെ, നമുക്ക് ചെയ്തു വരാം. നല്ല ചെട്ടിനാടുകാരുടെ കാരച്ചട്നിയാണ്. അപ്പോൾ നമുക്ക് അത്രത്തോളം എരിവിട്ടിട്ടില്ല, കാരണം അവർ 10-15 മുളക് ഇടുന്നുണ്ട്. ഞാൻ അത്രത്തോളം ഇട്ടിട്ടില്ല, കാരണം എല്ലാവർക്കും അത്ര എരിവ് ഇഷ്ടമായി എന്ന് വരില്ല. പിന്നെ അവർ നല്ലെണ്ണയിലാണ് ഇത് ഫുള്ളായിട്ട് കടുക് വറുക്കുന്നതും അതിനെ ഒന്ന് കുറുക്കുന്നതും ഒക്കെ. ഞാൻ നല്ലെണ്ണയിലല്ല, നല്ല നമ്മുടെ നാടൻ വെളിച്ചെണ്ണയിലാണ് ഞാൻ ചെയ്യുന്നത്.
നമുക്കതാണല്ലോ ഇഷ്ടം. അപ്പോൾ അതങ്ങനെ നോക്കാം. നന്നായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ദോശയ്ക്ക് അത് കറക്റ്റ് ആപ്റ്റായിട്ടുള്ള ചട്നി തന്നെ ആയിരിക്കും. പിന്നെ സാധാ വെറും ഇത് ചെറുപയർ ദോശയല്ലല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ ഇതും വരും. ഇതിൽ കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്തിട്ട് ഇതിന് മേലെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ദോശയാണ്. അത് ദോശ ചുടുമ്പോൾ ഞാൻ കാണിക്കാം. ഓക്കെ. അപ്പോൾ അതാ ഈ അളവിനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കടിക്കാനും കിട്ടും, എന്നാൽ കുറച്ച് അരഞ്ഞിട്ടും ഉണ്ട്. ഇനി ഇതൊക്കെ കൂടെ എണ്ണയിൽ നല്ലോണം വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് നല്ലോണം ഇത്തിരി ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ കടുക്, ഉഴുന്നുപരിപ്പ്, പിന്നെ വെളിച്ചെണ്ണ, ഇത്തിരി കായപ്പൊടി ഒക്കെ ഇട്ടിട്ട് വറുത്ത് കറിവേപ്പില എല്ലാം ഇട്ടിട്ട്, ഇനി മുളക് വേണ്ട, വറമുളക് വേണ്ട, ബാക്കി ഇതൊക്കെ മതി, വറുത്തിട്ടിട്ട് എടുക്കാം. ഇത് വെളിയിൽ വെച്ചാൽ തന്നെ കേടുവരില്ല. ഇതങ്ങനത്തെ ഒരു ചട്നിയാണ്. കാരണം നമ്മൾ വഴറ്റുന്നുണ്ടല്ലോ, അതുകൊണ്ട് പുറത്ത് വെച്ചാൽ, ഫ്രിഡ്ജിൽ വെക്കണം എന്നില്ല, പുറത്ത് വെച്ചാൽ തന്നെ ഇത് കേടുവരത്തില്ല. അത്രയും നല്ല ഒരു ചെട്ടിനാട് കാര ചട്നിയാണ്. നല്ല നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ ഇനി അതിൻ്റെ പ്രോസസ്സിലേക്ക് കിടക്കാം. ഒരു പാൻ വെച്ചു, ചീഞ്ചട്ടി, നല്ല ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി വെച്ചു ഞാൻ. വെളിച്ചെണ്ണ കുറച്ച് ധാരാളം ഒഴിക്കണം. ഒഴിച്ചിട്ട് കടുക് ഒരു സ്പൂണ് ഫുള്ള് കടുക് പൊട്ടി തുടങ്ങിക്കഴിയുമ്പോൾ നമുക്ക് ഉഴുന്നുപരിപ്പിടാം. പൊട്ടിത്തുടങ്ങുമ്പോൾ ഉഴുന്നുപരിപ്പിടാം. കടുക് ഏകദേശം പൊട്ടിത്തുടങ്ങണം. ഇവിടെ അമ്പലത്തിലെ വിശേഷം നടക്കുകയാണ് ഞങ്ങളുടെ അടുത്ത്. അതിൻ്റെ കൊട്ടാണ് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. തൊട്ടടുത്ത അമ്പലമാണ്. കുറേ ക്ഷേത്രങ്ങളാണ് ഞങ്ങളുടെ വീടുകൾ ചുറ്റിപ്പറ്റിയിട്ട്. തൊട്ട് പുറകിലെ ശിവൻ, ദുർഗ, പിന്നെ ഒരു ശ്രീ ഉറുമ്പമ്മ, ഗണപതി, കൃഷ്ണൻ. ഗ്രാമത്തിൽ ഞങ്ങളുടെ അവിടെ തേരിൻ്റെ ഫംഗ്ഷനായി. തത്തമംഗലത്തെ തേര് ഏറ്റവും വിശേഷമാണ്. അതായി തുടങ്ങി. അപ്പോൾ ഇതാ കടുക് പൊട്ടിത്തുടങ്ങുന്നുണ്ട്. പൊട്ടിക്കഴിയാറായി. അപ്പോൾ കറിവേപ്പില ഇട്ടു. കുറച്ച് ഉഴുന്നുപരിപ്പ്, ഞാൻ വെള്ള ഉഴുന്നുപരിപ്പാണ്. അവർ തമിഴ്നാട്ടുകാർ കറുത്ത ഉഴുന്നുപരിപ്പാണ്. നല്ല വാസന, കാരണം ഇതിൽ വെളിച്ചെണ്ണയിലായതുകൊണ്ട് നല്ല മണം. അപ്പോൾ ഉഴുന്നുപരിപ്പ്. ഇനി അതിലോട്ടാണ് നമ്മൾ ഈ ചതച്ച് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ തേങ്ങയല്ല, ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു തക്കാളി, ഇതൊക്കെ കൂടെ ഇടേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാം, കാരണം ഞാൻ അതിലിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മതി. നല്ല മണമാണ് വരുന്നത്. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടി, ഇത് നല്ലോണം ഒന്ന് വെള്ളം വറ്റി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിൽ എണ്ണയിൽ കിടന്നിട്ട്, നമ്മൾ വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ ഇപ്പോൾ തൽക്കാലം, എണ്ണയിൽ കിടന്നൊന്ന് മുരിയട്ടെ. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന മുളകും പുളിയും ഇഞ്ചിയും ഉപ്പും കൂടെ അതിലേക്ക് ഇടാം. പിന്നെ ഞാൻ ദോശയിലേക്ക് ഇടാനുള്ള ഉള്ളി, തക്കാളി, പിന്നെ കറിവേപ്പില, കൊത്തമല്ലിത്തഴ ഒന്ന് ഉപ്പിട്ടിട്ട് ഇതാക്കി തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി ദോശയിൽ ഇട്ട് ചുട്ടെടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറുപയർ ദോശയിൽ ഇത് നല്ലൊരു ടേസ്റ്റി സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ മുളകും കൂടെ ചേർക്കാം. കുറച്ച് എരിവുള്ള സംഭവമാണ് ഈ ചട്നി. ഇത് എണ്ണ വേർതിരിഞ്ഞ് വരണം. നമുക്കിപ്പോൾ ഈ അരച്ചപ്പുള്ളി ഇട്ട വെള്ളം തന്നെ അതന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഈ വെള്ളം കുറേ വറ്റി എണ്ണ വേർതിരിഞ്ഞ് വരണം നമുക്ക്.
അപ്പോൾ ആദ്യം കുറച്ച് ഇതുണ്ടാവും തിളയ്ക്കൽ, അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം. ഒന്ന് വറ്റിച്ചെടുക്കാം. കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മുടെ ചെട്ടിനാട് കാരച്ചട്നി റെഡിയായി. ഇതാ എണ്ണയെല്ലാം പിരിഞ്ഞ് വെള്ളമെല്ലാം വറ്റി ഇതായി നല്ല തീ വന്നു. ഇനി ക്രിസ്പി ദോശ. നല്ല ഇത്തിരി എരിവുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയാണ്. ദോശയ്ക്ക് ഉള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കിട്ട് ചുടാനുള്ള ഉള്ളിയും തക്കാളിയും. അപ്പോൾ നമുക്ക് ദോശ ഒഴിക്കാനുള്ള ഇതിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ചെറുപയർ ദോശ. ഉള്ളിയും തക്കാളിയും കറിവേപ്പിലയും കൊത്തമല്ലിത്തഴയും കൂടെ മേലെ സ്പ്രെഡ് ചെയ്യും. പൊടി ഇഡ്ഡലിപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ടാൽ നന്ന്, പക്ഷെ വേണ്ട, ടേസ്റ്റ് മാറണ്ടെന്ന് കരുതിയിട്ടാണ്. നല്ലോണം മുരിയട്ടെ അത്. അപ്പോൾ ഇത് തിരിച്ചിടേണ്ട ആവശ്യമില്ല, കാരണം നമ്മളത് ഇങ്ങനെ തേച്ചതിനൊക്കെ അതിൽ പിടിപ്പിച്ചിട്ടുണ്ട്, വെന്തിട്ടുമുണ്ട്. ഇനി ഇതിനെ മെല്ലെ മെല്ലെ നല്ലോണം മുരിഞ്ഞിരിക്കണം. കുറച്ച് ഹെവി ആയിരിക്കും ഈ ദോശ, എന്നാലും അപ്പോൾ നമ്മുടെ ക്രിസ്പിയായ ദോശ. അടുത്തത് അങ്ങനെ ഒഴിക്കാം. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ദോശ, നല്ല കാരച്ചട്നി റെഡി. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ബ്ലോഗ് ഇന്നേക്ക് അവസാനിപ്പിക്കാം.